പലരും ഇപ്പോൾ കളിയാക്കി ഇങ്ങനെ പറയുന്നതാണ്, എന്തിനായിരുന്നു അമീർ ഖാൻ, എന്തിനായിരുന്നു ഈ പടത്തിന്റെ ആവശ്യമില്ലായിരുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ്. ഹിന്ദി ഓഡിയൻസിനെ ഒരു പാൻ ഇന്ത്യൻ സിനിമ എടുക്കുന്ന സമയത്ത് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓരോരോ ലാംഗ്വേജിൽ നിന്ന് അതിൽ ടോപ്പായി നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ നടനെ ക്യാമിയോ അടിക്കുമ്പോൾ ആ സിനിമയ്ക്ക് ആ ഒരു സ്ഥലത്തേക്കും കൂടി റീച്ച് പോകും. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അതൊരു ക്യാമിയോ റോൾ ആയതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റിന് തന്നെ 20 കോടി കൊടുക്കുമ്പോൾ ആ സിനിമയിൽ ത്രൂ ഔട്ട് അങ്ങനെയുള്ള എല്ലാ നടന്മാരെയും വെക്കാൻ പറ്റില്ല. അപ്പം ആ പടം ഭയങ്കര ബഡ്ജറ്റിലേക്ക് പോകും. പുള്ളിക്ക് ചെറിയൊരു റോൾ കൊടുത്ത് ആ സിനിമയ്ക്ക് ഒരു പ്രൊമോഷനും കൂടി കിട്ടുന്ന രീതിയിൽ ഇതിനെ നല്ല രീതിയിൽ ചെയ്യാൻ നോക്കിയത്. പക്ഷെ അത് പലർക്കും ഇഷ്ടമായില്ല. പക്ഷെ എന്റെ പേഴ്സണൽ ഒപ്പീനിയത്തിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. റോളക്സിനെ പോലത്തെ ഒരു ക്യാരക്ടർ കിട്ടാത്തോണ്ടായിരിക്കും പലർക്കും അമീർ ഖാന്റെ ക്യാരക്ടർ കണ്ടപ്പം ഇത് ഒരു പൊട്ടത്തരായി പോയോ, അല്ലെങ്കിൽ എന്താ പറയാ 20 കോടി കൊടുത്തത് 2 ബീഡി വലിക്കാൻ വേണ്ടിയാണോ, ഇങ്ങനെ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എനിക്ക് ഈ ക്യാരക്ടറിനെ പക്ഷെ ഭയങ്കര ഇഷ്ടമായി. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, നമ്മളിപ്പോൾ സൗത്ത് ഇന്ത്യൻ സിനിമാസ് എടുത്തു നോക്കുകയാണെങ്കിൽ തമിഴാണെങ്കിലും തെലുങ്കാണെങ്കിലും മലയാളത്തിലൊക്കെ ആണെങ്കിലും കുറച്ച് മാസ് കാണിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് വില്ലന്മാരൊക്കെയാണ്. അവരുടെ ബേസിക് ആയിട്ടുള്ള ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷർട്ട് ഇടും, അത് കഴിഞ്ഞിട്ടൊരു ജീൻസ് ആയിരിക്കും, ആ ഷർട്ടിന്റെ ബട്ടൺസ് ഊരിയിട്ടിട്ട് മാല ഇങ്ങനെ കാണാൻ പാകത്തിന് ഉണ്ടാവും. ഈ സിനിമയിൽ തന്നെയാണെങ്കിൽ തന്നെ കുറേ അങ്ങനത്തെ ഒരു സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തനിക്ക് ചേരുന്ന രീതിയിൽ നല്ല വൃത്തിക്ക് അമീർ ഖാന്റെ കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളി ട്രൗസർ ഇടുന്നതിന് വരെ അതിനകത്ത് ട്രോളുന്നവരുണ്ട്. പക്ഷെ അത് കാണുമ്പോൾ പുള്ളിക്ക് ചേരുന്നുണ്ട്. പുള്ളിക്ക് ആ ഒരു ഫിഗറും അതേപോലെ തന്നെ പുള്ളിന്റെ ഒരു സ്വാഗും അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ലാസ്റ്റത്തെ ഒരു 20 മിനിറ്റ് ആ പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അമീർ ഖാന്റെ സീനുകളാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ മാസ് കാണിച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത്. നമുക്ക് അതിനകത്ത് ഈ റോളക്സിനെ വെച്ച് കമ്പയർ ചെയ്യാതിരുന്നാൽ മതി. നമ്മൾ അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ടുള്ള എക്സ്പെക്ടേഷനിലേക്ക് പോകണ്ട. കാരണം റോളക്സ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ പുള്ളി അടിപൊളിയാക്കി ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറെ ഉണ്ടായിട്ട് കാര്യമില്ല. വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവുമ്പോഴാണ് നമുക്കാണെങ്കിൽ അത് എൻജോയ് ചെയ്യാൻ തോന്നുള്ളൂ. പിന്നെ അമീർ ഖാന്റെ ക്യാരക്ടറിനെ പറ്റി പറയുന്നതാണ്, പുള്ളീനെ ഹിന്ദിയിൽ നിന്ന് ഇറക്കിയിട്ട് പുള്ളീനെ പൊട്ടനാക്കി കളഞ്ഞു. ഇതിനു വേണ്ടിയാണോ അമീർ ഖാനെ കൊണ്ടുവന്നത്? നമ്മളൊരു ഹിന്ദി നടനെ കൊണ്ടുവന്നെന്നും പറഞ്ഞാൽ അയാൾക്ക് തമാശ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ കുറച്ച് ഫണ്ണായിട്ടുള്ള ഒരു വില്ലനാവാൻ പറ്റില്ല എന്നൊരു നിർബന്ധമില്ല. അത് ഫുൾ ടൈം ചോരക്കളി മാത്രമായിരിക്കണം, വില്ലൻ എപ്പോഴും നായകനെതിരായിരിക്കണം. അങ്ങനെ ചിന്തിച്ച് കാണുമ്പോഴായിരിക്കും നമ്മൾ ഡിസപ്പോയിന്റഡ് ആയി പോകുന്നതെന്ന് തോന്നുന്നു. ആ ക്യാരക്ടറിൽ തന്നെ വ്യക്തമാണ്. അമീർ ഖാന്റെ അച്ഛൻ ആ സിനിമയിൽ നല്ല രീതിയിൽ റിച്ച് ആണ്, ഒരു നല്ല ഡോൺ ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു വീട്ടിൽ വളർന്നു വരുന്ന ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എല്ലാ സൗഭാഗ്യങ്ങളും അറിഞ്ഞു വരുന്ന ഒരാള് കുറച്ച് ഫണ്ണായിരിക്കും. കാരണം അവന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ക്യാരക്ടർ വലുതാവുമ്പോഴാണെങ്കിലും കുറച്ച് ഫണ്ണായിട്ട് പക്ഷെ മാസ് കാണിക്കേണ്ട സ്ഥലത്ത് മാസ് കാണിക്കുന്ന അങ്ങനെ ഒരു ടൈപ്പ് ക്യാരക്ടറിനെയാണ് ലോകേഷ് ചെയ്തതെന്നാണ് എനിക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. അതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടാവുകയും ചെയ്തു. പക്ഷെ എക്സ്പെക്ടേഷൻ ചിലപ്പോൾ കൂടി പോയതുകൊണ്ട് ആയിരിക്കാം നമ്മൾ അമീർ ഖാൻ എന്ന് കേൾക്കുമ്പോൾ അമീർ ഖാൻ വരുന്നു. അപ്പം ആരാണെങ്കിലും കുറച്ച് കൂടുതൽ പുള്ളീന്റെ സ്ക്രീൻ സ്പേസും ഇതെല്ലാം ആഗ്രഹിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതൊരു ക്യാമിയോ റോളാണ്, അതെല്ലാം വൃത്തിക്ക് അമീർ ഖാൻ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഡയറക്ഷന്റെ കാര്യം വരുമ്പോൾ ലോകേഷ് ഓൾറെഡി ചെയ്തേക്കുന്ന സിനിമകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ആവറേജ് പടം മാത്രമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്.